ഗുഡ് ഈവനിംഗ് അമേരിക്ക. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കയാണ് ലോകത്താദ്യമായി വിജയകരമായി ആണവായുധ പരീക്ഷണം നടത്തിയത്. 1945 ജൂലൈ 16 പുലർച്ചെ ന്യൂ മെക്സിക്കോയിൽ നടന്ന ആദ്യ പരീക്ഷണത്തിന് ശേഷം മാനവരാശിയെ ഞെട്ടിച്ച ഹിരോഷിമയും നാഗസാക്കിയും. ഇനിയൊരു ആണവയുദ്ധം വേണ്ടെന്ന് ലോകം മുഴുവൻ ആഗ്രഹിച്ച കാലമായിരുന്നു. പിന്നെ ആണവയുദ്ധത്തിന് പരോക്ഷമായെങ്കിലും കാരണക്കാരനായതിന്റെ പേരിൽ ആണവ നിരായുധീകരണത്തിന്റെ വക്താവായ ആൽബർട്ട് ഐൻസ്റ്റീനെ നമുക്ക് ഓർമ്മയുണ്ട്. ആദ്യത്തെ അണുബോംബിന്റെ പ്രഹരത്തിൽ ഇഞ്ചിഞ്ചായി മരിക്കുന്ന ഹിബാകുഷകളെയും നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോഴാണ് ആണവ പരീക്ഷണത്തിന് യുദ്ധകാര്യ വകുപ്പിന് ട്രംപ് അനുമതി നൽകുന്നത്. മറ്റു രാജ്യങ്ങൾ പരീക്ഷിക്കുന്നു, അതുകൊണ്ട് നമുക്കും പരീക്ഷിക്കാവുന്ന ലൈനിലാണ് ഡൊണാൾഡ് ട്രംപ്. അത്രയ്ക്കങ്ങ് ലാഘവത്തോടെ പറയാവുന്ന ഒന്നാണോ ആണവ പരീക്ഷണം? സമാധാന പ്രവാചകനെന്ന് സ്വയം ഉയർത്തിക്കാട്ടിയ ട്രംപ് എന്തിന് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തി? 1992 അവസാന ആണവ ബോംബ് പരീക്ഷിച്ച അമേരിക്കയ്ക്ക് ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുന്നവരേറെ. ഇപ്പോൾ പുടിന്റെ പ്രതികരണവും വന്നിരിക്കുന്നു. നിങ്ങൾ ഉപയോഗിച്ചാൽ ഞങ്ങളും ഉപയോഗിക്കുമെന്ന്. ഇതെന്താ കോമ്പറ്റീഷൻ ഐറ്റമോ ഗപ്പ് നേടാൻ? ഷീ ജിൻപിങ്ങിനെ കാണും മുമ്പുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നിലെന്ത്? പോയ 1/4 നൂറ്റാണ്ടിൽ ആണവ പരീക്ഷണം നടത്തിയ ഏക രാജ്യം ഉത്തര കൊറിയയാണ്. മറ്റ് രാജ്യങ്ങളൊക്കെ പടിക്ക് പുറത്തു നിർത്തിയ വിനാശകാരിയായ ഒന്നിനെ വീണ്ടും അകത്തേക്ക് ആനയിക്കാൻ ട്രംപ് ശ്രമിക്കുന്നതിന് പിന്നിലെ ചേതോവികാരമെന്ത്? പുതിയ പരീക്ഷണത്തിലെ യുക്തി എന്ത്? അമേരിക്കയ്ക്ക് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റോ? ഈ വിഷയമാണ് അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ചിന്തിക്കുന്നത്. കൈവിട്ട കളിയോ? ഇന്നത്തെ എന്റെ അതിഥികൾ: ബൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും ഫ്ലോറിഡ ലീ കൗണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടി കമ്മിറ്റി മെമ്പറുമായ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകൻ മിഥുൻ തോമസ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ സജിമോൻ ആന്റണിയിലേക്കാണ്. ശ്രീ സജിമോൻ ആന്റണി 1945 ജൂലൈ 16, അതിനുശേഷം അതേ വർഷം ഓഗസ്റ്റ് 6, 9 ഈ തീയതികളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. മാൻഹാട്ടൻ പ്രോജക്റ്റ് നമുക്ക് ഓർമ്മയുണ്ട്. ഇതിനൊക്കെ ശേഷം ഈ ഒരു വിപത്ത്, ആണവയുദ്ധത്തിന്റെ വിപത്ത് ആദ്യമായി ലോകത്തെത്തിച്ച രാജ്യമെന്ന നിലയിൽ അമേരിക്ക ഏറെ വിമർശനവും ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പോൾ ട്രംപിന്റെ ഒരു പ്രഖ്യാപനം മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു എന്നാണ്. അത്തരത്തിലൊരു ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഈ ഒരു വിഷയത്തിൽ ആവശ്യമുണ്ടോ? കൃഷ്ണ, തീർച്ചയായും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആവശ്യമില്ല എന്നെനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അത് ലോകം മാനവരാശിയെ ഒന്നടങ്കം നശിപ്പിക്കാൻ കേപ്പബിലിറ്റി ഉള്ള 95 മുതൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കണ്ട ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ട ഒരു പാഠം പഠിച്ച കേസാണ് ആണവ ബോംബ്. അത് അമേരിക്ക ഉപയോഗിച്ചാലും റഷ്യ ഉപയോഗിച്ചാലും ചൈന ഉപയോഗിച്ചാലും ഇന്ത്യ ഉപയോഗിച്ചാലും അത് നല്ലതല്ല, മാനവരാശിക്ക് നല്ലതല്ല, കറണ്ട് മാനവരാശിക്ക് നല്ലതല്ല, ഫ്യൂച്ചറിന് നല്ലതല്ല എന്ന് കണ്ടതാണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ അധിഷ്ഠിതമായിട്ടാണ് 1990-കളിൽ 1990-ലും 92-ലും 96-ലും ഒക്കെ ലോകത്ത് മൊത്തത്തിലുള്ള സ്റ്റോക്ക് പൈലിന്റെ ഉടമകളായ അമേരിക്കയും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഒരു ട്രീറ്റ് ഒപ്പുവെക്കുകയും ആ ഒരു കണ്ടീഷനിലേക്ക് വരികയും ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഏകദേശം 12333 വാർഹെഡ് ആണ്, ന്യൂക്ലിയർ വാർഹെഡ് ആണ് ലോകത്ത് മൊത്തം ഉണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നത് 5580 റഷ്യയിലുണ്ടെങ്കിൽ ഈക്വലി ഇതായിട്ട് 5225 അമേരിക്കയ്ക്കുമുണ്ട്. പിന്നെ ചൈന ഉൾപ്പെടെ 660, പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും 170 150 അങ്ങനെയുള്ള നമ്പറുകളിലാണ് ഉള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ 30-32 വർഷമായിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും ഇവരൊക്കെ ഒരു നല്ലൊരു മാതൃക കാണിച്ച് ഒരു പീസ് ട്രീറ്റ് വേണം. ആ ഒരു അധിഷ്ഠിതമായിട്ട് മറ്റ് ചെറിയ രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ ഈ ഒരു ആറ്റം ബോംബ് അപ്രാപ്യമാകാതെ നെഗോഷിയേഷനും ചില ഭീഷണിയും ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ഘട്ടം ഘട്ടമായിട്ട് ഈവൻ നോർത്ത് കൊറിയയുടെ കാര്യമാണെങ്കിലും ഇറാന്റെ കാര്യമാണെങ്കിലും മറ്റു രാജ്യങ്ങളാണെങ്കിലും അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിൽ അധിഷ്ഠിതമായിരുന്നു ഒരു സ്ട്രാറ്റജി ആ ലോകമാകുവാനും പോയിരുന്നത്. അത് ശ്ലാഘനീയമായിരുന്നു എന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഈ 1945 എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊക്കെ ആ സമയത്ത് ഇല്ല എങ്കിൽ പോലും നമ്മുടെയൊക്കെ പിതാക്കന്മാരുണ്ടായിരുന്ന സമയമാണ്. അപ്പൊ അവരിൽ നിന്നും നമ്മൾ ചരിത്രപരമായിട്ടും പേപ്പറുകളിൽ നിന്നൊക്കെ അതിന്റെ കാരണം എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച ആൾക്കാരാണ്. അപ്പം അതിൽ നിന്ന് അധിഷ്ഠിതമായ ഒരു പോയിന്റുകളായിരുന്നു അത്. എന്നാൽ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഇളക്കം തട്ടിയിരിക്കുന്ന കാണുമ്പം ഒരു പരിധി വരെ ഇപ്പൊ ചൈനയും റഷ്യയും ചെയ്യുവാണെങ്കിൽ അമേരിക്ക നോക്കിയിരിക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയിരിക്കേണ്ട കാര്യമില്ല.
അത് അമേരിക്കയ്ക്ക് അല്ലെ ഏത് രാജ്യമാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ തൻ്റെ അടുത്തൂടെ പറയാനായിട്ട് അവരുടെ ശേഷികൾ, അത് ആണവായുധ ശേഷിയാണെങ്കിലും ഏത് വെപ്പണൈസ് കാര്യമാണെങ്കിലും ഈക്വലി കോമ്പറ്റീറ്റീവ് ആയി വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ആരാണ് ഇന്ന് അമേരിക്ക അല്ലെ ലോകത്തിലെ ലീഡ് ചെയ്യുന്നത്? അമേരിക്കയാണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ അമേരിക്ക ലോകത്തിൽ ലീഡ് ചെയ്യുമ്പോൾ മറ്റൊരാൾ കാണിച്ചതുകൊണ്ട് നമ്മൾ കോപ്പി ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ദർ ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ആ റൗട്ടിൽ പോകേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് കൂടെ അവിടെ വരുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് ഇതൂടെ പറയേണ്ടിയിരിക്കുന്നു, അമേരിക്ക വാസ് ഗ്രേറ്റ്, അമേരിക്ക ഈസ് ഗ്രേറ്റ് ആൻഡ് അമേരിക്ക ഈസ് ഗോയിങ് ടു ബി ഗ്രേറ്റ്. അതിനകത്ത് ഒരു സംശയമില്ല. ഏത് കക്ഷി ഭരിച്ചാലും, ഇവിടെ റിപ്പബ്ലിക്കൻസ് ഭരിച്ചാലും ഡെമോക്രാറ്റിക് പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും. അപ്പൊ എനിക്ക് അതോട് ചേർത്ത് പറയാനുള്ളത്, ഇതൊരു പാർട്ടി ബേസ് അല്ലെങ്കിൽ റെഡ് ബ്ലൂ എന്നുള്ള ഒരു സ്ട്രാറ്റജി അല്ല. അമേരിക്കയുടെ സ്ട്രാറ്റജി എന്താണ് അമേരിക്കയ്ക്ക് വേണ്ടി നല്ലത്, അതോടൊപ്പം തന്നെ അമേരിക്ക ലോകത്തെ ലീഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പം എതിരഭിപ്രായം വരും, അമേരിക്ക ലോകത്തിൽ ലീഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അമേരിക്കയ്ക്ക് അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതിയോ എന്ന് ചിലർ പറഞ്ഞേക്കാം. എന്നാൽ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അമേരിക്കയാണ് ലോകശക്തി. അമേരിക്ക ഈസ് ഗോയിങ് ടു ലീഡ് ദ വേൾഡ് ഇൻ ഓൾ ആസ്പെക്ട്സ്. അപ്പൊ അങ്ങനെ വരുമ്പം എല്ലാ അർത്ഥത്തിലും അമേരിക്കയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ലോകത്തെ ലീഡ് ചെയ്യാനായിട്ട്. കാരണം 1945 അന്ന് നടന്ന ആ ഒരു ഡിസ്ട്രക്ഷൻ, അതുപോലെ ഒരു വരവ്, അതുപോലെ ഒരു നാശനഷ്ടങ്ങൾ, അത് നമ്മളോട് എഗ്രി ചെയ്യുന്ന രാജ്യമാണെങ്കിലും അല്ലാത്ത രാജ്യമാണെങ്കിലും അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക്, അങ്ങനെ ഒരു വഴിയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ദീർഘവീക്ഷണത്തോടുള്ള ഒരു സ്ട്രാറ്റജി ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അമേരിക്കയ്ക്ക് ഉണ്ടുകൂടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവരൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ഇതൊരു പ്യുവർ ടെസ്റ്റിംഗ് ആണെങ്കിൽ, ഒരു ആക്ച്വൽ ബോംബ് ടെസ്റ്റ് ട്രയൽ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു കോസ്റ്റ് ബില്യൺസ് ഓഫ് ഡോളർ. അതായത് ബില്യൺസ് ഓഫ് ഡോളർ പൊടിച്ചു കളയുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. പ്ലസ് ഇപ്പൊ പ്രസിഡന്റ് ഇപ്പൊ ആരാണെങ്കിലും അവർ ഇന്ന് പറഞ്ഞാൽ നാളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, അതുതന്നെയാണ് ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങൾക്കുമുള്ളത്, ഭൂരിഭാഗം ജനങ്ങൾക്കുമുള്ളതെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്നത് പോലെ ലോകം മുഴുവൻ ഒരു ന്യൂക്ലിയർ ഡിസ്ആർമമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ അതിൽ ഒരു തീരുമാനമല്ല, പക്ഷെ അത് ആഗ്രഹിക്കുമ്പോൾ സ്വമേധയാ ഉള്ള ഒരു ആണവ മൊറട്ടോറിയം ഉണ്ടായിരുന്നു. ആ ആണവ മൊറട്ടോറിയം അത് ഇനി ഇല്ല എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തോടു കൂടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആണവ മൊറട്ടോറിയം, സ്വയം പ്രഖ്യാപിത ആണവ മൊറട്ടോറിയത്തിൽ നിന്ന് അമേരിക്ക പോലൊരു രാജ്യം പിൻവാങ്ങുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, അതെന്തായിരിക്കും? ഈ ആണവ മൊറട്ടോറിയം എന്ന് പറയുമ്പോൾ ക്രിസ്റ്റീന മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കയുടെ സീക്രട്ട് സർവീസും അമേരിക്കയുടെ ഇന്റലിജൻസും വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള എവിഡൻസ് അവർക്കുണ്ട്, റഷ്യയും ചൈനയും ഇത് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ നാച്ചുറലി അമേരിക്ക, എസ്പെഷ്യലി ട്രംപ്, പീസ് ത്രൂ സ്ട്രെങ്ത് എന്ന അപ്രോച്ച് കൂടി ലോകത്തിനെ കാണുന്ന ഒരാളാണ്. ഇപ്പം റഷ്യ ഈസ് എ വെരി വീക്ക് പവർ. ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എടുത്ത സമീപനങ്ങൾ കൊണ്ടാണ് റഷ്യയും ചൈനയും കൂടി വലിയൊരു അലയൻസ് ഉണ്ടാക്കുന്നതും അത് ഇപ്പം റഷ്യക്ക് ഇതിന് ഊരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയൊരു പാക്റ്റായിട്ട് മാറിയിട്ടുള്ളതും. ആ രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്നുകൊണ്ട് രഹസ്യമായിട്ട് ന്യൂക്ലിയർ ടെസ്റ്റിംഗ് നടത്തുന്നതായിട്ട് അമേരിക്കയ്ക്ക് ക്രെഡിബിൾ എവിഡൻസ് ഉണ്ട്. അപ്പം അമേരിക്കനെ സംബന്ധിച്ച് അമേരിക്ക ഈ ലോകത്തിൽ ഈ ആണവ നിരായുധീകരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അമേരിക്കയിൽ ഇതിനു മുമ്പുള്ള നെയ്വായിട്ടുള്ള ലീഡേഴ്സിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന സമയത്ത് ഡോമിനൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ട്രംപ് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രസിഡന്റ് അല്ല. ട്രംപിന്റെ പോളിസി എപ്പോഴും പീസ് ത്രൂ സ്ട്രെങ്ത് ആണ്. ഇപ്പൊ കൺവെൻഷൻ ആയിട്ടുള്ള വെപ്പൺസ് ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് ലോകത്തിൽ ഇപ്പോഴും വളരെ കൂടിയ സുപ്രീമസി ബാക്കിയുള്ള രാജ്യങ്ങളുടെ മുകളിലുണ്ട്. പക്ഷേ ഈ ന്യൂക്ലിയർ വെപ്പൺ എന്നുള്ള ഒരു തുറുപ്പുചീട്ടാണ് റഷ്യക്ക് എപ്പോഴും എടുത്തുയർത്തി കാട്ടാനുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുടിൻ വാർ തുടങ്ങിയിട്ട് ഇപ്പം വർഷങ്ങളായി. ഇതുവരെ പുടിന് കാര്യമായ ഒരു ഗെയിനോ ഒരു മേജർ സിറ്റിയോ ഈ ചെറിയൊരു ഈർക്കിലി രാജ്യമായ യുക്രൈനോട് പോലും നേടാൻ പുടിന് സാധിച്ചിട്ടില്ല. ഈ പുടിനും ചൈനയായിട്ട് എഗ്രിമെന്റ് ഉണ്ടായ ശേഷം റഷ്യൻ എക്കണോമി ഹാസ് ബിക്കം മച്ച് വീക്കർ ദാൻ ബിഫോർ. അപ്പോൾ ഇത് യാതൊരു രീതിയിലും റഷ്യനെ സഹായിക്കുന്നൊരു രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം ഞാൻ എപ്പോഴും ഓരോ രാജ്യങ്ങളെ പറ്റിയും പറയുമ്പോൾ ആ രാജ്യങ്ങളെ ഭരണകർത്താക്കളെ അല്ല, ആ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്താണ് നമ്മൾ സംസാരിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. റഷ്യൻ എക്കണോമി ഈസ് ഇൻ റിയൽ ബാഡ് ട്രബിൾ. പുടിനാണെങ്കിൽ പുടിൻ്റെ പഴയ USSR സങ്കല്പങ്ങളുമായി സാമ്രാജ്യത്വം, വലിയ സാമ്രാജ്യം ഉണ്ടാക്കാൻ നോക്കുന്നു, USSR പോലത്തെ. ഇറ്റ് ഈസ് റിയലി ഗിവിംഗ് ലോഡ് ഓഫ് ട്രബിൾ ഫോർ ദ റഷ്യൻ പീപ്പിൾ. അപ്പോൾ ഈ ട്രംപിന്റെ പീസ് ത്രൂ സ്ട്രെങ്ത് നടപടി വഴി റഷ്യയെ ചൈനയുമായിട്ട് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് ഡീലിംഗ് ചെയ്യാൻ സാധിക്കുകയും റഷ്യയെ വരുതിക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് റഷ്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ലത്.
അവരുടെ എക്കണോമിക്ക് ഏറ്റവും നല്ലത്. ഓൺ ദി അതർ ഹാൻഡ്, നമ്മൾ ഈ ലീഡേഴ്സ് ബേസ്ഡ് ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് പുടിനും സി ജിൻപിങ്ങും ഡൊണാൾഡ് ട്രംപുമാണ് ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളുടെ ആർഗ്യുമെന്റ്സും നമ്മളുടെ സംസാരങ്ങളും എല്ലാം പോകുന്നത്. ലോകത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ പീസ് ത്രൂ സ്ട്രെങ്ത് അപ്രോച്ച് വഴി അമേരിക്ക ഒന്നും മിണ്ടാതിരുന്നാൽ, അമേരിക്ക ഒന്നും ചെയ്യാതിരുന്നാൽ, അവരുടെ ആറ്റമിക് വെപ്പൺസ് വിൽ ബി മച്ച് മോർ lethal and stronger because it's tested recently. So America has to test. But at the same time, അമേരിക്ക ടെസ്റ്റ് ചെയ്യുന്നത് ഹിഡൻ ആയിട്ടല്ല. അത് അമേരിക്കയുടെ പോളിസി അല്ല. ബിക്കോസ് അമേരിക്കയ്ക്ക് ഹിഡൻ ആയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അമേരിക്കക്കാരെയും പേടിയില്ല. അപ്പോൾ ട്രംപ് പറയുന്നത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല, ഞങ്ങളും ടെസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ലോകത്തിൽ നമ്മൾ പൊസിഷൻ ചെയ്യേണ്ടത് എപ്പോഴും. ഇപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്റ്റീനയുടെ ആർഗ്യുമെന്റിലൊക്കെയുള്ള എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് ഈ ലോകസമാധാനം എന്നുള്ളൊരു ഒരു ക്രേവിങ് you have as an Indian, and pretty much all Indians, the Indian ethos is supporting that. But ഓരോ രാജ്യങ്ങൾക്കും ലോകത്തിലുള്ള ലക്ഷ്യങ്ങൾ പലതാണ്. ഇപ്പം ഇന്ത്യയുടെ ലക്ഷ്യമല്ല അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്കയുടെ ലക്ഷ്യം ലോകം ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെയിം തിങ് വിത്ത് ചൈന. അവർക്ക് ജിയോഗ്രഫിക്കൽ അംബിഷൻസ് ഉണ്ട്. ആഫ്രിക്കയിലും അവിടെ ഇവിടെയും പോയി മിനറൽസ് എല്ലാം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. ശ്രീലങ്കയുടെ പോർട്ടുകൾ കൈപ്പിടിയിൽ ഒതുക്കുന്നു. പാകിസ്ഥാനെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അപ്പോൾ ചൈനയുടെ ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ പോലെ അല്ല. അപ്പോൾ ഈ ഇന്ത്യയുടെ ലക്ഷ്യങ്ങളും ഇന്ത്യയുടെ രീതികളും ഇന്ത്യയുടെ ഫിലോസഫിയും ഇന്ത്യയുടെ സത്യമേവ ജയതേ ആറ്റിറ്റ്യൂഡും എല്ലാം വെച്ചുകൊണ്ട് ലോകത്തിനെ മുഴുവൻ അളക്കാൻ തുടങ്ങുന്നതാണ് നമ്മൾ ഈ കൺഫ്യൂഷന്റെ കാരണം. ചൈന ലോകം ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു റഷ്യയുടെ സഹായത്തോടുകൂടെ. അമേരിക്കയെ ഒതുക്കാൻ ശ്രമിക്കുന്നു, അമേരിക്കയെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നു. അമേരിക്ക ഉള്ളതിൽ വലിയ നല്ല ഒരു ഫോഴ്സ് ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് എല്ലാ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾക്കും തെറ്റുകളുണ്ടാവും. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് എ ഡെമോക്രസി. It is a functioning democracy. It is a reasonably okay power to be the world police. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പം നാച്ചുറലി അമേരിക്കയ്ക്ക് ഒരിക്കലും വീക്ക് ആവാൻ പറ്റില്ല. പീസ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ഗാന്ധിയുടെ ടൈപ്പ് പ്രിൻസിപ്പിൾസുമായിട്ട് അമേരിക്ക ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഈവിൾ ഫോഴ്സസ് വിൽ ഡോമിനേറ്റ് ദ വേൾഡ്. ശരി, ശ്രീ മിഥുൻ തോമസ്, ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ രഹസ്യമായി പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന വിവരം അമേരിക്കൻ ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അത് ഭൂമിയുടെ ഉപരിതലത്തിൽ നടത്തുമ്പോൾ വലിയ രീതിയിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പുറത്തേക്ക് വരികയും അത് വലിയ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ് അതിനുശേഷം ഒരു കാലയളവിൽ അത് ഭൂമിക്കടിയിൽ നടത്തിയിരുന്നത്. പക്ഷേ ഭൂമിക്കടിയിൽ നടത്തിയിരിക്കുമ്പോൾ പോലും ഈ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയും ആ മാലിന്യങ്ങൾ ഇപ്പോഴും പലയിടങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള വാദങ്ങളൊക്കെയുണ്ട്. പക്ഷെ അതെല്ലാം ഒരു വശത്തിരിക്കട്ടെ. ഇപ്പോൾ ഇതൊരു ഒരു ആണവ യുദ്ധ ഭീഷണിയിലേക്കാണോ പോകുന്നത് എന്ന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ശ്രീ സജിമോൻ ആന്റണി പറയുന്നത് പോലെ ഇതൊരു വാക്പോരിൽ ഒതുങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താണ് നിരീക്ഷണം? ആദ്യമായിട്ട് സന്ദർഭം പറയട്ടെ. അതായത് എപ്പോഴാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വാക്പോരും, നമ്മള് കുറച്ച് മാസങ്ങൾക്ക് പുറകിലായിട്ട് പോകുമ്പോൾ അലാസ്കയില് ട്രംപും പുടിനും കണ്ടപ്പോൾ B2 ആണ് ട്രംപ് പറത്തിയത് ആരുടെ പുടിന്റെ മുകളിൽ കൂടെ. ഈ സെൻഡിങ് എ മെസ്സേജ്. B2 പറഞ്ഞു, മറ്റേ ട്രംപ് പുടിൻ നോക്കുന്നു. ഇപ്പോൾ ഹി ജസ്റ്റ് ഹാഡ് എ മീറ്റിംഗ്. അയാൾ വ്യാപാര കരാർ, ട്രേഡ് കരാറായിരുന്നു ആ രണ്ടുപേരും പങ്കുവച്ചിരിക്കുന്നത്, ഷീ ജിൻപിങ്ങുമാണ്. ഈ ജസ്റ്റ് വാർ ഓഫ് വേർഡ്സ്. അതായത് ട്രംപ് പറയുകയാണ്, നിന്റെ മിനറൽസ് എനിക്ക് തരിക, ഓക്കെ, ഐ വിൽ കട്ട് ഡൗൺ യുവർ താരിഫ്, ഓക്കെ. ഇറ്റ്സ് എ വാർ ഓഫ് വേർഡ്സ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. ഇന്നലെ അനലിസ്റ്റുകളും ഇപ്പൊ ജേർണലിസ്റ്റുകൾ ക്ലാരിഫൈ ചെയ്യാൻ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് ട്രംപിനോട്. ഈസ് എ ടെസ്റ്റിംഗ് ഓഫ് വാട്ട്? എന്താണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഡെലിവറി സിസ്റ്റമാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതോ ആക്ച്വൽ ആറ്റം ബോംബാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് അനലിസ്റ്റുകളൊക്കെ ഇന്ന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഈ തന്ത്രപൂർവ്വം ഒഴിവായി ട്രംപ് ആ ഒരു ചോദ്യത്തോട്. ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പറയാം, നമ്മുടെ കാർ ഓടിക്കുന്നുണ്ടോ അല്ലെ? കാറിന് ആദ്യം ഒരു 200 കിലോമീറ്റർ കാറിന്റെ ദൂരമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ മൈലേജ് ഉണ്ട്, പിന്നെ കൂട്ടി പോവുകയാണ്. നൗ എവരിബഡി ഈസ് ലുക്കിംഗ് അറ്റ് ഡെലിവറി ആണ്. ഇന്ന് കഴിഞ്ഞ ആഴ്ചയാണ് മറ്റേ റഷ്യ അവരെ ഏറ്റവും വലിയ ക്രൂസ് മിസൈൽ ഇറക്കിയിരിക്കുന്നത് അല്ലെ. ഇപ്പം അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റം എല്ലാം തകർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു ന്യൂക്ലിയർ വാഹിനി അവർ ഇറക്കിയിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഗെയിം ഈസ് ഓൺ. എവരിബഡി ഈസ് ലൈക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ആറ്റം ബോംബ് ഒരു പക്ഷേ ഭൂമിയുടെ അടിയിലോ അല്ലെങ്കിൽ ഭൂമിയുടെ മുകളിലോ വെള്ളത്തിലോ അല്ല. അമേരിക്ക ഇപ്പോൾ ടോമഹാക്ക് മിസൈൽസ് മാത്രമാണ് അമേരിക്ക യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈവൻ ഈ റഷ്യ പോലും അവരിപ്പോഴും ഉക്രൈനിലേക്ക് 1500-2000 കിലോമീറ്റർ പരിധിയുള്ള മിസൈൽസ് ഉപയോഗിക്കുകയാണ്. ഈവൻ ദേ ക്യാൻ ക്യാരി ദ ന്യൂക്ലിയർ വെപ്പൺ. അപ്പൊ എല്ലാ സമയങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും എവരിബഡി ഈസ് ടെസ്റ്റിംഗ് ഇറ്റ്.
കാരണം ഇൻഡയറക്ട്ലി ടെസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ട്രംപ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഓക്കെ റൈറ്റ് ടൈം ആയിരിക്കുകയാണ്. കൺഫ്യൂഷൻ ഉണ്ട്, ടെസ്റ്റിംഗ് ആണോ ഡെലിവറി ആണോ വി ഡോണ്ട് നോ അബൌട്ട്, ബട്ട് ഇറ്റ് മേ ബി ടെസ്റ്റിംഗ്. ഇനി ചോദിക്കാൻ പറയുന്നത് അമേരിക്കയ്ക്ക് സാധിക്കുമോ ടെസ്റ്റ് ചെയ്യാനായിട്ട്? ചൈനയിലും ഒരുപക്ഷെ റഷ്യയിലും സാധിക്കും. ഇറ്റ്സ് ആക്ച്വലി ഏകാധിപത്യമാണ്. ഹു കെയർ ഫോർ ഇറ്റ് അല്ലേ? എവിടെ വേണം ടെസ്റ്റ് ചെയ്യാം? അമേരിക്കയിൽ എവിടെ സാധിക്കും? ഇപ്പോൾ പറയുന്ന നെവാഡയിലോ അല്ലെങ്കിൽ കൊളറാഡോയിലോ അല്ലെങ്കിൽ അമേരിക്കയിലെ ഏതെങ്കിലും ഡെസേർട്ടിലോ സാധിക്കില്ല. ഒരു കാരണവശാലും ഇറ്റ്സ് നോട്ട് ഈസി. അതിന് ഫണ്ട് വേണം. നാലാം ചോദ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് റെഡിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയാണ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡിഫൻസ് ഒന്നുമല്ല. എനർജി പെട്ടെന്ന് ഒരു 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് അവർക്ക് അവരുടെ ഈ പറയുന്ന ലോക്കായിരിക്കുന്ന ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോകും. ഇറ്റ്സ് ഇമ്പോസിബിൾ ഒന്നുമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് വിൻസൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രംപ് ഒരു ഏകാധിപതി. അതായത് ട്രംപ് അതിന്റെ പോയിന്റ് ഈസ് പുട്ടിങ് എ പോയിന്റ്. അതായത് അവർക്ക് സൂചന കിട്ടിയിട്ടുണ്ട് വ്യക്തമായിട്ട്. ദേ പ്ലേയിങ്, അതായത് ഈ പറഞ്ഞ 2017 അവസാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നോർത്ത് കൊറിയയ്ക്ക് എവിടെ നിന്നാണ് പോയിരിക്കുന്ന സാധനങ്ങളൊക്കെ. ദേ ഹാവ് എക്സ്ചേഞ്ചിങ് ദ ഐഡിയാസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂക്ലിയർ അവരുടെ അംബിഷൻസ് ഉള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇറാനുണ്ട്, പിന്നെ പല മധ്യപൂർവേഷ്യയിൽ പല രാജ്യങ്ങളുണ്ട്. സോ എക്സ്ചേഞ്ചിങ് പക്ഷെ അവർ ഐഡിയാസ് മാത്രമല്ല, അവർ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുകയാണ്. ഈ ചൈനയ്ക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ റഷ്യക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. സോ ദർ ആർ സം കൈൻഡ് ഓഫ് ബാക്ക് റൂമേഴ്സ് കിട്ടിയിരിക്കുകയാണ്. ഇതൊരു അവസരമാണ് അമേരിക്കയ്ക്ക്. കാരണം അമേരിക്ക സെൻഡിങ് എ വെരി ക്ലിയർ മെസ്സേജ് ദാറ്റ് ഓക്കെ എനിബഡി ഈ ഷെയറിംഗ് ഇൻഫർമേഷൻ ഓർ ലീക്കിംഗ് ഇൻഫർമേഷൻ അത് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ വി വിൽ കം അപ് ടു. അതിന്റെ അർത്ഥം എന്ന് പറയുന്ന നാളെ അമേരിക്ക പോയിട്ട് അല്ലെങ്കിൽ നെവാഡ ഡെസേർട്ടിൽ പോയിട്ട് ആരംഭിക്കുകയല്ല. അമേരിക്ക സാധിക്കുകയില്ല. അതിന് ജനാധിപത്യ രാജ്യമാണ്. ചെക്സ് ആൻഡ് ബാലൻസ് ഉണ്ട് അമേരിക്കയിൽ. പെട്ടെന്ന് സാധിക്കില്ല. അദ്ദേഹം ഡെമോക്രാറ്റ്. അവർ ഓൾറെഡി അതിനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇത് എതിർക്കാനായിട്ട്. സോ സാധിക്കില്ല. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരു അമേരിക്ക സട്ടിൽ മെസ്സേജ് കൊടുക്കുകയാണ് വ്യാപാര കരാറിലേക്ക് ആരെ കൊണ്ടുവരാൻ, ഷീ ജിൻപിങ്ങിനെയും. അതോടൊപ്പം തന്നെ മേ ബി ഹു നോസ് പുടിനുമായിട്ടുള്ള ബന്ധം. പിന്നെ പറഞ്ഞല്ലോ പുടിൻ ഈസ് ഫയറിംഗ് 2000-3000 കിലോമീറ്റർ പരിധിയുള്ള മിസൈൽസ് ഫയർ ചെയ്ത് സെൻഡിങ് എ സട്ടിൽ മെസ്സേജ്. അത്രമാത്രം കരുതിയാൽ അതിനപ്പുറത്തേക്ക് ഇതിനൊരു വലിയൊരു അനലിസ്റ്റ് റോളിലേക്ക് ചെന്നുകൊണ്ട് ഇത് നാളെ ടെസ്റ്റിംഗ് ഒന്നുമല്ല. ഇറ്റ്സ് എ സട്ടിൽ മെസ്സേജ്. അമേരിക്കയുടെ ഒരു വാക്കുകൊണ്ടുള്ള പോര് അല്ലെങ്കിൽ ട്രംപ് ഈസ് അൺപ്രഡിക്റ്റബിൾ. വി നോ ദാറ്റ്. ട്രംപ് നാളെ എന്ത് പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ അറിഞ്ഞുകൂടാ. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ട്രൂത്ത് സോഷ്യൽ കൂടി ആയിരിക്കും അമേരിക്ക പറയുന്നത്. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കൂടെ പല കാര്യങ്ങളും പുറത്തുവിടാറുണ്ട്. അതൊന്നും ഒരുപക്ഷെ ആരും അത്ര കാര്യമാക്കാറില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് സെൻഡിങ് എ സട്ടിൽ മെസ്സേജ്. ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ഒരു ഭരണാധികാരിയുടെ വാക്കുകൾ അത് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ ഏതൊക്കെ തരത്തിലുള്ള ചിന്ത, ചിലർ ആശങ്ക കൂടുതലുള്ളവരായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ അത് ഏത് തരത്തിലെടുക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആ മട്ടിലുള്ള ചർച്ചകൾ ലോകമെമ്പാടും നടക്കുന്നത്. ശ്രീ സജിമോൻ ആന്റണി, ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ പറഞ്ഞ ചില കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചു കാണും. അതിലൊന്ന്, ലോകത്ത് പല രാജ്യങ്ങളുടെയും ഒരു മാനസിക വ്യാപാരത്തിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ ഞാനും ഇന്ത്യയും ഗാന്ധിയും ഒക്കെ പീസ് ലവിംഗ് ആയിട്ടുള്ള സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അത് പരമ്പരാഗതമായി ഞങ്ങളുടെ വാല്യൂ ആണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയെങ്കിലും ഇപ്പോൾ വിൻസെന്റ് സേവ്യർ പൂർണ്ണമായും അമേരിക്കൻ എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലുള്ള ജനങ്ങൾ മുഴുവൻ അവർക്ക് ഒരു സമാധാനദാഹികളല്ല എന്നൊരു രീതിയിലാണ് ഞാനത് മനസ്സിലാക്കിയത്. അപ്പോൾ അത്തരത്തിലൊരു ഡിസ്ക്രിമിനേഷൻ ലോകമെമ്പാടും ഉണ്ടോ എന്ന് അറിയില്ല. ഇവിടെ വീണ്ടും ഇത്തരത്തിലൊരു That's a message. I have comments there, Christina. പറഞ്ഞു അല്ല, അമേരിക്കയിൽ എല്ലാവരും രക്തദാഹികളാണെന്നല്ല ഞാൻ. Peace through strength is our approach. അല്ല, ahimsa is not our approach. അഹിംസ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് approach was ahimsa. തോക്ക് കാണിക്കുമ്പോ നെഞ്ചി വിരിച്ച് കാണിക്കുക. അത് രണ്ടോട് ഒരുമിച്ച് പോവോ വിൻസെന്റ്? അതാ ഞാൻ ചോദിക്കുന്നത്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് ഈ 60 കോടി ജനങ്ങള് തോക്കിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് കാണിച്ചാൽ മതിയാവും. പക്ഷേ ലോകം ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തോക്കിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് കാണിച്ചിട്ട് കാര്യമില്ല. Vincent, with due respect, I disagree totally on that aspect. സമാധാനം വഴി ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന വലിയൊരു എക്സാമ്പിൾ അന്ന് ഗ്രേറ്റ് ബ്രിട്ടനെ അവരെ തുരത്തി ഓടിച്ചുകൊണ്ട് നമ്മൾ കാണിച്ചതാണ്. അപ്പൊ അതിനെ നമുക്ക് അണ്ടർമൈൻ ചെയ്യുന്നത് ഒരു കാരണവശാലും ശരിയല്ല. തുരത്തി ഓടിച്ചില്ല. ബ്രിട്ടനെ പോയതാണ് ഇന്ത്യനെ. ആരും തുരത്തി ഓടിച്ചില്ല. ഇതൊക്കെ റീസൺ ബിഹൈൻഡ് ദാറ്റ്. വിൻസെന്റ് ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റോട് ഞാൻ ടോട്ടലി വിയോജിക്കുന്നു. വിൻസെന്റ് പറയുന്നത് ഇത്ര ലാഘവം കേട്ട് കഴിഞ്ഞാൽ 1947 ഓഗസ്റ്റ് 13 രാത്രിയിൽ പെട്ടെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നി ഇന്ന് ഇന്ത്യ നിങ്ങൾക്ക് പൊക്കോ എന്നാൽ ഞാൻ പോകുകയാണ് എന്നുള്ള രീതിയിലാണ് വളരെ ലാഘവത്തോടെ പറയുന്നത്. എന്നാൽ അതിന്റെ പുറകെ വർഷങ്ങളായിട്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത ത്യാഗങ്ങളും കാര്യങ്ങളും, അത് ക്വിറ്റ് ഇന്ത്യ സമരം ഉൾപ്പെടെയുള്ളതും സമാധാനത്തോടു കൂടെയുള്ള സ്ട്രൈക്ക്, ആ വലിയൊരു മെസ്സേജ് ഈവൻ അമേരിക്കൻ ഗവൺമെന്റ് ലോകമാകമാനം അംഗീകരിക്കാൻ മുന്നേക്കും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്
എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനകത്ത് എനിക്ക് വിൻസെന്റിനോട് ടോട്ടൽ വിയോജിപ്പുണ്ട്. അതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. വളരെ ലാഘവത്തോടെ വിൻസെന്റ് പറഞ്ഞു, ബൈഡന്റെ പേര് പറയാതെ ഏകദേശം വിൻസെന്റ് ആയാലും സംസാരം തുടക്കത്തുമില്ല അവസാനിക്കത്തുമില്ല. ഇപ്പം ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ 9 മാസം 8 മാസം ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് ചൈനയും റഷ്യയും നമ്മളെ കണ്ണുരുട്ടി കാണിച്ചിട്ട് പോലെ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് പോലെ ഞങ്ങൾ ട്രയൽ ചെയ്യുവാണ് എന്ന് ചെയ്യുകയാണെങ്കിൽ, if literally they are experimenting the nuclear warhead, China and Russia, then I would say that I must say that this administration is a failure. കാരണം ഈ ഒരു സമയത്ത് അങ്ങനെ ചെയ്യാനായിട്ട് അവർക്ക് എങ്ങനെ ധൈര്യം വന്നു? ട്രംപിന് ഇത്രമാത്രം ധൈര്യമുള്ളതാണ് അമേരിക്ക. അവർ എങ്ങനെയാണ് ആ ഒരു ധൈര്യം ഇപ്പൊ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലയബിലിറ്റിയും കൂടി എടുക്കേണ്ടി വരും. ഈക്വലി ട്രംപ് നല്ല കാര്യങ്ങൾ ചെയ്ത് പലപ്പോഴും പീസ് ട്രീറ്റ് പലയിടത്തും ഉണ്ടാക്കുന്ന പോണക്ക് തന്നെ. അപ്പൊ ഒരു നല്ലത് മാത്രം എടുത്താൽ പോരാ, അതിന്റെ എടുക്കേണ്ടി വരും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബൈഡന്റെ സമയത്താണ് ടെസ്റ്റ് ചെയ്തത്, ട്രംപിന്റെ സമയത്തല്ല. അതിന്റെ ക്ലാരിറ്റി ഒന്നും ഇപ്പൊ വന്നിട്ടില്ല. അതിന്റെ ക്ലാരിറ്റി ഒന്നും വന്നിട്ടില്ല. വി ആർ ഗെറ്റിംഗ് ദി ഇൻഫർമേഷൻ സ്ലോലി. അത് വാക്പോരാണോ അല്ലയോ പോലും നമ്മൾ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അഡ്മിനിസ്ട്രേഷൻ വന്നിട്ട് 8-9 മാസം ആയിരിക്കുന്ന സമയത്ത് ഇപ്പൊ അങ്ങനെ ഒരു ഭീഷണി അവിടെ നിന്ന് നടക്കുകയാണെങ്കിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഈ ഭീഷണി ഒന്നും അവരുടെ മുന്നിൽ വിലപ്പോകുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് കൊണ്ട് വരുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ അർത്ഥം അമേരിക്ക വീക്കായി എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരു അഡ്മിനിസ്ട്രേഷൻ, അത് ആരും ആയിക്കോട്ടെ, റെഡോ ബ്ലൂ ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് ആ സമയത്ത് നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് ക്രെഡിറ്റ് എടുക്കുവാണെങ്കിൽ അതേ സമയത്ത് നടക്കുന്ന ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂന്റെ ഡിസ്ക്രെഡിറ്റും ദേ ഓൺ ഇറ്റ് എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ വേറൊരു ഫാക്ച്വൽ ഇൻകം ബൈഡന്റെ വലിയ ഫാനാണല്ലോ. അതായത് യുക്രൈന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ ലാഘവത്തോടെ, ഇന്ന് ഭയങ്കര ലാഘവമാണ്, വളരെ ലാഘവത്തോടെ പറഞ്ഞു റഷ്യക്ക് യുക്രൈനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ലെന്ന്. യുക്രൈന്റെ 3-1 റഷ്യ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഫാക്ച്വല്. കാരണം എന്താണ്? യുക്രൈനെ ഒരു ഈർക്കിലി രാജ്യം എന്നൊക്കെ വിളിച്ചു, അങ്ങനെ നമുക്ക് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് അവരൊക്കെ പറയുന്നത്. ക്രിസ്റ്റീന, ഞാൻ ക്രിസ്റ്റീനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഈർക്കിലി രാജ്യം എന്നൊക്കെ വിളിക്കുന്നത് അവിടുത്തെ പോപ്പുലേഷനും അവരുടെ മിലിറ്ററി പവറും എല്ലാം വെച്ചിട്ടാണ്. അതിനകത്ത് വേറെ പേഴ്സണൽ ഒന്നുമില്ല. അല്ല, നമ്മള് ഈ ബോഡി ഷേമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങള് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറയുമ്പോ ഒരു രാജ്യത്തിന് ശക്തി കുറവാണെന്നുള്ള പേര് അതിനെ ഈർക്കിലി രാജ്യം എന്നൊക്കെ അങ്ങനെ വിളിക്കാമോ? ശക്തി ഉണ്ടെങ്കിലേ വലിയ സ്ട്രോങ് ആവുള്ളൂ രാജ്യം. ക്രിസ്റ്റീനയ്ക്ക് മസിൽ ഉണ്ടെങ്കിലേ ക്രിസ്റ്റീന മസിലുള്ള കോമ്പറ്റീഷന് പോയിട്ട് കാര്യമുള്ളൂ. മസിലുള്ള കോമ്പറ്റീഷന്, പക്ഷെ മസിൽ ഇല്ലാത്ത കോമ്പറ്റീഷനുകളും ഉണ്ടല്ലോ. ഡെമോക്രാറ്റ് ബിൽ ക്ലിന്റൺ ആണ് യുക്രൈനോട് പറഞ്ഞത്, നിങ്ങളുടെ വെപ്പൺസ് എല്ലാം നമ്മൾ ഡിസ്പോസ് ചെയ്തു, നിങ്ങൾക്ക് വെപ്പൺസ് ആവശ്യമില്ല എന്ന്. യുക്രൈനിൽ പവർ ഉണ്ടായിരുന്നു. യുക്രൈന്റെ പവർ നശിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആണ്. ഡിഫ്ലക്ഷൻ എന്റെ രീതിയല്ല. ഐ എം വെരി സ്ട്രൈറ്റ് അപ്പ്. നുണയൊന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഉള്ള കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ നൈസ് ആവാൻ എന്തായാലും എനിക്ക് പറയുന്ന ചില കാര്യങ്ങളോട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് പറയുന്ന പല കാര്യങ്ങളോടും യോജിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിൻസെന്റ് കുറച്ച് കൂട്ടുകാർ വന്ന് അതിന്റെ താഴെ വന്ന് എന്നെ നല്ല ശകാരമൊക്കെ ഈയിടെയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മുടെ വീട്ടില് ഇത് കേക്ക് വിൻസ, നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ആയുധം എടുത്ത് അല്ലല്ലോ അതിനെ നേരിടേണ്ടത്. നമ്മളത് സമാധാനപരമായല്ലേ പലപ്പോഴും. അത് ഈ പറഞ്ഞതുപോലെ എന്റെയും ഇന്ത്യക്കാരുടെയും ബ്ലഡും ഒരു ഇന്ത്യക്കാരനായ ആയിരുന്ന മുഴുവൻ കാണുന്നത്, ക്രിസ്റ്റീന ലോകത്തിന് മുഴുവൻ കാണുന്നത് ക്രിസ്റ്റീനയുടെ വീട് പോലെയോ വിൻസെന്റ് വീട് പോലെയോ ആണ്. പക്ഷെ അങ്ങനെയല്ല ഈ ലോകം. ഈ ലോകത്തിലെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്ന കുടുംബമാണ് വിൻസൻ. അപ്പൊ നമ്മൾ ആ കുടുംബം എന്ന് പറയുന്ന യൂണിറ്റിൽ എന്താണോ നടക്കുന്നത് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നടക്കുന്നതെന്നാണല്ലോ നമ്മൾ സാധാരണ പഠിക്കാറുള്ളത്. വിശ്വാസം അമേരിക്കക്കാരുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ലോകത്തിൽ ഈവിളുണ്ട്, ഈവിളായിട്ടുള്ള രാജ്യങ്ങളുണ്ട്, അവരുടെ അടുത്ത് ഫോഴ്സ് തന്നെ വർക്ക്ഔട്ട് ചെയ്യുള്ളൂ. അല്ല, എല്ലാ അമേരിക്കക്കാരും അങ്ങനെയല്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ തന്നെയാണ്. അമേരിക്ക വിൻസൺ പറയുന്ന ആറ്റിറ്റ്യൂഡിലാണ് അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അമേരിക്ക ഇസ് എ വാല്യൂ ഓറിയന്റഡ്. അമേരിക്ക ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക് ബിലീവ്സ് ഇൻ ഡെമോക്രസി, പ്രൊപ്പഗേറ്റിംഗ് ഡെമോക്രസി, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അല്ലാണ്ട് ചൈന ചെയ്യുന്ന പോലെ, റഷ്യ ചെയ്യുന്ന പോലെ, സൗദി ചെയ്യുന്ന പോലെ, സുഡാൻ ചെയ്യുന്ന പോലെ, നോർത്ത് കൊറിയ ചെയ്യുന്ന പോലെ ആ ഒരു ലെവലിൽ ചെയ്യാനായിട്ട് വാല്യൂ ബേസ്ഡ് അല്ലാണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അധിഷ്ഠിതമല്ലാണ്ട് ഡെമോക്രസിയിൽ അധിഷ്ഠിതമല്ലാണ്ട് ചെയ്യാനായിട്ട് അമേരിക്ക പറ്റുന്നില്ല. അതല്ല അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കയുടെ കൂടുതലാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ജപ്പാൻ വാസ് ഓൾറെഡി വീക്ക്. വൈ അമേരിക്ക പുട്ട് ആറ്റം ബോംബ് ഇൻ ഹിരോഷിമ ആൻഡ് നാഗസാക്കി? അമേരിക്ക നിങ്ങൾ പറയുന്ന പോലെ ഒരു മഹത് രാഷ്ട്രമാണെങ്കിൽ
ഇതൊക്കെ ചുമ്മാ കഥയാണ് ജോവാനെ. ഈ കഥകൾ കേട്ട് നമ്മളിങ്ങനെ ഭയങ്കര ഒരു ഇമാജിനറി വേൾഡിൽ നിന്നൊക്കെ അല്ലല്ല, കഥയല്ല, imagination അല്ല, അത് fact ആണ്. നമ്മള് ലീഡർഷിപ്പിൽ നിൽക്കുമ്പോൾ ലീഡർഷിപ്പിനകത്ത് ചില ക്വാളിറ്റി വേണം. ക്വാളിറ്റി ബേസ്ഡ് ഓൺ വാല്യൂ, ക്വാളിറ്റി ബേസ്ഡ് ഓൺ എത്തിക്സ്, ക്വാളിറ്റി ബേസ്ഡ് ഓൺ ഡെമോക്രസി, അങ്ങനെയുള്ള ചില കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പഠിച്ചിട്ടുള്ള നല്ല പ്രസംഗങ്ങളും നല്ല നല്ല വാക്കുകളൊക്കെ വെച്ചിട്ടുള്ള പ്രസംഗങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. നമുക്ക് 10-50 ഒക്കെ വയസ്സാകുമ്പോൾ നമുക്ക് ലോകത്തിൽ മച്യൂരിറ്റി വരണം, വിസ്റ്റം വരണം. അമേരിക്ക ഈ പറഞ്ഞ പോലത്തെ അങ്ങനെ ഒരു നല്ല ഒരു ഭയങ്കര പ്രിൻസിപ്പിളുള്ള ഒരു രാജ്യമൊന്നും അല്ല. അമേരിക്ക ലോകം ഡോമിനേറ്റ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. അമേരിക്ക ലോകം ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രിൻസിപ്പിൾ അതാണ്. അവിടുത്തെ സിറ്റിസൺ ആയിട്ടിരുന്നുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് എല്ലാം എടുത്തുകൊണ്ട് സജിമോനോട് ജീവിക്കുമ്പോൾ അതും കുറച്ച് സജിമോൻ ഷെയർ ചെയ്യാൻ തയ്യാറാവുക. അതല്ല ഇന്ത്യയാണ് മഹത് രാഷ്ട്രമാണെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുക. ശരി അമേരിക്കക്കാരെ, നമുക്ക് എന്തായാലും സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ആ വാദഗതികളോടൊന്നും ഈ പറയുന്നത് പോലെ നമ്മുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആയുധമെടുക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മാത്രമല്ല അമേരിക്കയെ കുറിച്ച് ഇപ്പോൾ അവസാനം മിൻസൺ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ടല്ലോ, അതൊക്കെ എനിക്കറിയില്ല എത്രത്തോളം നമുക്ക് യോജിക്കാനാകും എന്ന്. പക്ഷേ നമുക്ക് സമയപരിമിതി വളരെ ഉള്ളതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. വലിയ കടത്തിലാണ് അമേരിക്ക എന്ന് പറയുമ്പോഴും വലിയ ചെലവുള്ള ആണവ പരീക്ഷണം നടത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇതൊരു വാക്പോരിൽ ഒതുങ്ങി നിൽക്കുമോ എന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. റഷ്യയ്ക്കും ചൈനയ്ക്കുമുള്ള ഒരു മുന്നറിയിപ്പായി മാത്രം പറഞ്ഞതാണോ? പക്ഷെ അത്തരത്തിൽ പറയുന്ന ആ ഒരു വാചകം അത് ലോകത്തുള്ള പല വിഭാഗം ജനങ്ങളിലേക്ക്, അവരുടെ മനസ്സിലേക്ക് തീ കോരിയിടുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.